മകനും മരുമകളും ചേർന്ന് വയോധികനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പത്തനംതിട്ട പാറക്കോടാണ് ഈ സംഭവം. 66-കാരൻ തങ്കപ്പനാണ് മർദ്ദനമേറ്റത്. മകനും മരുമകളും കസ്റ്റഡിയിലുണ്ട്. ഹായ്, നമസ്കാരം. ഇന്ന് രാവിലെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു വീഡിയോ കാണുകയുണ്ടായി. ഒരു വയോധികനെ രണ്ടുപേർ ചേർന്ന് അടിക്കുന്നതായിട്ട്, ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടിയിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമായി. കാരണം എന്തെന്ന് വെച്ചാൽ, തിരിച്ച് പ്രതികരിക്കാത്ത ഒരാളെ ഇത്രയും അടിക്കുന്നുണ്ടെങ്കിൽ വലിയ മനസ്സായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പിടികിട്ടിയത്. പത്തനംതിട്ട പാറക്കോട് എന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ ഒരു വയോധികൻ, അതായത് ഒരു 66 വയസ്സായിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തി തൻ്റെ മകനെ, ഇളയ മകനെ കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വീട്ടിലേക്ക് ചെന്നത്. ആ വീട്ടിലേക്ക് ചെന്ന സമയത്താണ് ഈ ഇളയ മകനും മരുമകളും കൂടിയാണ് ഈ ഒരു അടിക്കുകയുണ്ടായത്. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാരണം ആൾ തിരിച്ച് പ്രതികരിക്കുന്നില്ല. അടിച്ചിട്ട ശേഷവും ആൾ വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കും. കൂടുതലും ആ ഒരു സ്ത്രീയാണ് അടിച്ചത്. ഒരു എത്രയൊക്കെ തെറ്റുകൾ ചെയ്യട്ടെ, ഇപ്പം മാതാപിതാക്കൾ ഭയങ്കരമായിട്ട് തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഒരു ഭാഗത്തേക്ക് മാറ്റുക. കാരണം അവരാണ് നമ്മൾക്ക് ഈ ഒരു ജന്മത്തിൽ തന്നെ അവസരം തന്നത്, അവരാണ്, ആ ഒരു മാതാപിതാക്കളാണ്. അപ്പം അത് നമ്മൾ ആദ്യം ഓർക്കുക. അതുമാത്രമല്ല, ഈ ഒരു വ്യക്തി അടിച്ചിട്ടും ഒരു കുറ്റബോധം ഇല്ലാണ്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. എന്നാലും പോലീസ് വന്നതിന് ശേഷം ഈ ആള് ഒരു പരാതി ഇല്ല എന്നുള്ള രീതിയിൽ രണ്ടുപേരും നല്ല രമ്യതയായിട്ട് പിരിഞ്ഞു എന്നുള്ള രീതിയിലാണ് ആൾ വോയിസ് കൊടുത്തിട്ട്, ആ വോയിസ് നമുക്ക് ആദ്യം കേൾക്കാം. ഈ പിടിച്ചിട്ടൊന്നുമില്ല, ആളിവിടെ ഇല്ല, പോലീസുകാർ ഇവിടെ വന്നു, അത് പരാതി ഒന്നും ഇല്ലെന്നും പറഞ്ഞു പോയി തീർത്ത സംഗതിയാ. അത് പിന്നെ ആരോ എടുത്തോണ്ട് പോയി കൊണ്ടിട്ടതാ. ഇതിപ്പം നടന്നിട്ട് 20 തീയതി ഞാൻ വീട്ടിൽ നിന്ന് മാറിയാ താമസിക്കുന്നു. അവർക്ക് നമ്മൾ വീട്ടിൽ ചെല്ലുന്ന ഇഷ്ടമല്ല. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേ മോനെ ചെന്ന് വിളിച്ചപ്പോ അവിടെ കയറില്ലെന്നാ നേരത്തെ പറഞ്ഞേക്കുന്നത്. എന്തിനവിടെ കയറിയൊന്നും പറഞ്ഞുള്ള വരക്ക്, അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ലോ. അത് തീർന്നതാണ്. പോലീസിൽ കൊണ്ടുവന്ന് അത് എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും രമ്യതയാക്കി വിട്ടു. അത് കഴിഞ്ഞിരുന്ന കയ്യിലിരുന്നവരാരും ഇട്ടതായത്. മർദ്ദനമേറ്റ തങ്കപ്പന്റെ പ്രതികരണമാണ് നമ്മൾ. സ്വത്തുണ്ടെങ്കിൽ അത് നേരത്തെ കൂട്ടി എഴുതി കൊടുക്കാണ്ടിരിക്കുക. കാരണം കുറച്ച് നാളൊക്കെ അവർക്ക് നല്ല ഭയങ്കര സ്നേഹമായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് അവർക്കൊക്കെ ഈ ഒരു മാതാപിതാക്കൾ ഒരു ബാധ്യതയായിട്ട് മാറും. അതിപ്പം തങ്കച്ചൻ എന്ന് പറയുന്ന ആൾ ആ ഒരു വീട്ടിൽ കിടക്കാനെല്ലാം വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ആ ഒരു വ്യക്തി ഇത്രയും ക്രൂരമായിട്ട് മർദ്ദിക്കുന്നുണ്ടെങ്കിൽ അത് കാണുമ്പോഴത്തേക്ക് ഈ ലോകത്തുള്ള ഈ ഒരു കേരള ജനതയ്ക്ക് മൊത്തം സങ്കടം. കാരണം വെച്ചാൽ അതൊരു മനുഷ്യനാണ്. അപ്പം ഒരു പട്ടിയെ തല്ലുന്ന കണക്ക് ഈ പൈപ്പിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇട്ടാണ് അടിക്കുന്നത്. അതൊക്കെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കൊടുക്കേണ്ട ആ ഒരു പ്രായം പോലും നോക്കാണ്ടാണ് ആ ഒരു വീട്ടിൻ്റെ അവിടെ ഇട്ട് ആ ഒരു മനുഷ്യനെ തല്ലിയിട്ടുണ്ടായിരിക്കുക. അതൊരു മാതാപിതാക്കൾക്ക് സ്വത്തുണ്ടെങ്കിൽ അത് അവർക്ക് കാലശേഷം എഴുതി കൊടുക്കാൻ ശ്രമിക്കുക. പണ്ടൊക്കെ ആണെങ്കിൽ കൂട്ടുകുടുംബം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. പക്ഷെ ഇപ്പോഴത്തെ കാലങ്ങളിൽ കൂട്ടുകുടുംബം അങ്ങനെ പെട്ടെന്ന് യോജിച്ച് പോകത്തില്ല. കാരണം പലരും പല സ്വഭാവമുള്ള ആൾക്കാരാണ്. ഇതിപ്പോൾ കേസ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു വിടുമായിരിക്കും. പക്ഷേ ഇന്ന് ചെയ്തു, ഇനിയും വീണ്ടും ആ ഒരു സ്ത്രീയും മകനും കൂടി ചേർന്നിട്ട് ഇനിയും അത് ചെയ്യാൻ തന്നെ നോക്കും. കാരണം വെച്ചാൽ ഇപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത്രയും മനോധൈര്യത്തിൽ ചെയ്തിട്ടുണ്ട്, പോലീസുകാർ 2 വഴക്ക് കൊടുത്തിട്ട് വിട്ടതാണ് എന്നുണ്ടെങ്കിൽ ഇനിയും അവർ ആ ഒരു വ്യക്തിയെ ഇനിയും ഒരുപാട് ഉപദ്രവിക്കുന്നതായിരിക്കും. ഇപ്പം ഉപദ്രവിച്ചത് കാണുമ്പോൾ അറിയാം, 1-2 അടിയല്ല ആ ഒരു സ്ത്രീയും ഭർത്താവും കൂടി ചെയ്തിരിക്കുന്നത്. ഒരുപാട് അടി കൊടുത്തിട്ടുണ്ട്. സത്യം ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ മനസ്സിൽ ചിന്തിക്കുന്നത്, അതായത് ഒരു അച്ഛൻ എന്നുള്ള സ്ഥാനമോ ഒരു ബഹുമാനമോ കൊടുക്കാത്ത ഇങ്ങനെ പട്ടിയെ തല്ലുന്ന പോലെ ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുക. ഇനി ഇപ്പോൾ പോലീസുകാർ വെറുതെ വിടുന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഒന്ന് വഴക്ക് കൊടുത്തിട്ട് വെറുതെ വിടുന്നുണ്ടെങ്കിൽ ഇനി വീണ്ടും അത് ആവർത്തിക്കും. കാരണം അവർ വിചാരിക്കും, ഇപ്പം പോലീസുകാർ ഇത്രയല്ലേ ചെയ്തിട്ടുള്ളൂ, ഇനി നമ്മൾ ചെയ്താലും ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ. ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാവർക്കും അവനവൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ മാതാപിതാക്കളാണ് നമ്മളെ ഇത്രയും കാലം വളർത്തിയത്, നമ്മളെ പൊന്നുപോലെ നോക്കിയത് എന്നുള്ളൊരു ചിന്തയൊന്നും അവർക്ക് ആർക്കും വരത്തില്ല. അവർക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് ഈ ഒരു മാതാപിതാക്കളെയൊക്കെ തള്ളിക്കളയാനേ നോക്കത്തുള്ളൂ. കാരണം വെച്ചാൽ ഇനി അവർക്കിടയിൽ അതൊരു ബാധ്യത ആകും എന്നുള്ള രീതിയിലാകും. അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത വരും. അങ്ങനത്തെ മൈൻഡുള്ള ആൾക്കാരാണ് ഇപ്പോൾ കൂടുതലും ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നത് തന്നെ. കേട്ടില്ലേ, മാമ്പൂ കണ്ടും മക്കളെ കണ്ടും ആശിക്കരുതെന്ന് പറയുന്നിട്ടുണ്ട്. അത് സെയിം ആണ്. അപ്പം നമ്മൾ മക്കൾ കണ്ട് ഒരിക്കലും ആശിക്കാൻ പാടില്ല. മക്കൾ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും, മക്കൾ നമ്മളെ നോക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള ചിന്തകൾ മാറ്റി വെച്ചിട്ട് നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു രീതിയിൽ ചിന്തിച്ചെന്നാൽ നമുക്ക് ഒരു പ്രശ്നമില്ല. ആരും നമ്മളൊന്നും പറഞ്ഞാലും ഇല്ലെങ്കിൽ നമുക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കാലശേഷം മാത്രമേ എഴുതി കൊടുക്കാൻ പാടുള്ളൂ. അതിന് മുന്നേ എഴുതി കൊടുക്കുമ്പോഴത്തേക്കൊക്കെയാണ് ഈ ഒരു പ്രശ്നം, അടിച്ചിറക്കൽ, പിന്നെ വീട്ടിൽ കയറ്റാതെയാകുക, അങ്ങനെയൊക്കെയുള്ള സ്വഭാവം. പിന്നെ ചില ആൾക്കാരുണ്ട് വീട്ടിനകത്ത് നിന്നിട്ടും എല്ലാം എഴുതി മേടിച്ചിട്ടും വീട്ടിനകത്ത് ഒരു അച്ഛനും അമ്മയ്ക്ക് സമാധാനം കൊടുക്കാണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അപ്പം ചില ആൾക്കാർ ഭയങ്കര സ്നേഹത്തോടെ ഇരുന്നിട്ട് എഴുതി കൊടുത്തതിന് ശേഷമാണെങ്കിലും കൊടുക്കുന്നതിന് മുന്നേ ആയിട്ടും കഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം
ഇനി ഉണ്ടാവാൻ തോന്നില്ല. കാരണം ഈ ലോകം ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ തന്നെ പോകത്തുള്ളൂ. കാരണം അവരും ഈ ഒരു പ്രായത്തിലെത്തും എന്നുള്ളൊരു ചിന്ത അവർക്കില്ല. അവർക്ക് ഇപ്പോഴും എന്നും ഇങ്ങനെ തന്നെ ഇരിക്കും എന്നുള്ള രീതിയിലുള്ള ചിന്താഗതിയിലാണ് ഇപ്പോഴത്തെ മിക്ക ആൾക്കാരും പോകുന്നത്. അവരും ഇതേ അമ്മയുടെ അച്ഛൻ്റെ പ്രായം എത്തും എന്നുള്ള ചിന്ത അവർക്കില്ല. അവരെങ്ങനെയാണ് കഷ്ടപ്പെടുത്തി വളർത്തിയത് എന്നൊക്കെ ഉള്ള ചിന്തയില്ല. ഇല്ലെങ്കിൽ ആ ഒരു മകൻ ഈ ഒരു കാര്യത്തിന് കൂട്ടി നിൽക്കുമായിരുന്നു. ആ ഒരു മകൻ എന്തുമാത്രം സ്നേഹത്തോടെ ആയിരിക്കും അവർ അച്ഛനമ്മയും വളർത്തിയിട്ടുണ്ടായിരിക്കുക. അയാൾ കെട്ടിക്കൊണ്ടുവന്ന ഒരു പെണ്ണിനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു കുറ്റബോധവും ഇല്ല. അയാളൊരു നല്ല മനുഷ്യനും ആയിരിക്കത്തില്ല. അതൊക്കെ തന്നെയാണ് ഈ ലോകത്ത് നടക്കുന്നത്.